പോണ്ടിച്ചേരിയാണ് കേട്ടോ. ചെന്നൈ പോകാനായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ ബോർഡ് കണ്ടപ്പോൾ ഇവിടുന്ന് 130 കിലോമീറ്റർ പോണ്ടിച്ചേരി കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചാൽ ഒറ്റ മൈലിൽ നമുക്ക് പോണ്ടിച്ചേരി പിടിക്കാമെന്ന്. പിന്നെ ചെന്നൈ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല, കുറേ ബീച്ചും അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ പോയിട്ട് വലിയ കാര്യമായിട്ട് പോയിട്ടില്ല. ഇവിടുന്ന് 1 hour ജേർണി. അപ്പം പിന്നെ പോണ്ടിച്ചേരി പോകാൻ വിചാരിച്ചു. ഫുള്ള് ഈ പോകുന്ന വഴിക്കൊക്കെ ഇൻഡസ്ട്രിയൽ ഏരിയാസ് ആണ് കേട്ടോ. ഫുൾ ഭാരത് ബെൻസിൻ്റെ ഇതും അതുപോലെ തന്നെ ഓരോ കമ്പനികളുടെയും കാര്യങ്ങളൊക്കെയാണ്. ഫുൾ ഇൻഡസ്ട്രിയൽ ഏരിയാസ് ആണ് ഇവിടെ മൊത്തം. കാരണം എന്താ ഒരു ക്ഷീണം മുഖത്ത്, വെയിലുണ്ടിട്ടാണോ? നമ്മളിപ്പോ എങ്ങോട്ട് പോകുന്നു? പോണ്ടിച്ചേരി. അച്ഛ സീറ്റിൽ പിടിച്ചിട്ടൊക്കെ ഇരിക്കണേ. ട്രെയിൻ ക്രോസ് ചെയ്യ കാരണം നമ്മളിവിടെ നിർത്തിയിട്ടിരിക്കുകയാണ്. നിങ്ങളൊരു ലോറി ഫ്രണ്ടിൽ പോകുന്നത് കാണാണ്ടോ? അതിൽ ലോഡ് കണ്ടോ? എൻ്റെ അമ്മ ഇവരെങ്ങനെ ടോള് കടന്ന് വന്നെന്ന് നമുക്കറിയാൻ വയ്യ. അത് എന്താ സംഭവം? എന്തല്ലേ അണ്ണന്മാരൊരു ധൈര്യം. കണ്ടോ നമ്പർ 2 അടുത്ത വണ്ടി. എന്താ സംഭവല്ലേ? എന്തോ പൈപ്പ് കാര്യങ്ങളാണെന്ന് തോന്നുന്നു. ഇതൊക്കെ വല്ല സ്വിമ്മിംഗ് പൂൾ അങ്ങനെ കൊണ്ടുപോകണം. അയ്യോ, ആർക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ സ്വിമ്മിംഗ് പൂൾ അങ്ങനെ എടുത്തോണ്ട് പോകണം. നിങ്ങൾക്ക് ഈ മരം കാണാണ്ടോ? നല്ല രസമില്ലേ കാണാൻ? കുറേ ഇട്ടോ ഈ പോകുന്ന വഴിക്കൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് നല്ല രസമുണ്ട്. ക്രിസ്മസ് ട്രീ ഒക്കെ പോലെ പൈൻ മരങ്ങൾ പോലത്തെ ഒരു സംഭവം. ഞാൻ തന്നെയാണോ എനിക്കറിയില്ല കേട്ടോ. കണ്ടോ? പക്ഷെ നല്ല രസമുണ്ട് കാണാന്. നിറയെ ഉണ്ട്. അപ്പുറത്ത് പോകുന്ന വഴിക്കൊക്കെ ഉണ്ട്. ഇപ്പുറത്തെ സൈഡും കൂടെ കാണിച്ചു തരാം. കണ്ടോ? ഈ സൈഡും കുറേ ഉണ്ട് കേട്ടോ. പക്ഷെ നല്ല രസമുണ്ട് കാണാൻ അല്ലേ? ഇതെന്ത് സംഭവം ആവുന്ന എന്തോ നട്ട് വളർത്തുന്ന തന്നെയാണ്, മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ചെന്നൈന്ന് പോണ്ടിച്ചേരി പോകുന്ന വഴി മൊത്തം ഈ ഒരു മരങ്ങളാണ് കേട്ടോ ഇവിടെ സൈഡിൽ കാണുന്നത്. രണ്ടാമത്തെ ടോളാണ് ഇത്. രണ്ടാമത്തെയാണ് കേട്ടോ. നമ്മൾ നേരത്തെ അവിടെ എന്താ ആതൂറോ അല്ല, ആതൂറല്ല ഇത് നേരത്തെ കഴിഞ്ഞത് അങ്ങനെ എന്തോ ആണ്, ഞാൻ കണ്ടായിരുന്നു. അതടുത്തത് ഇവിടെ ഓരോ മുക്കിലും ടോളാന്ന് തോന്നുന്നു കേട്ടോ. അപ്പം രണ്ടാമത്തെ ഇപ്പോൾ നമ്മൾ വന്നത്. നമ്മളിപ്പോൾ എത്താറായിട്ടോ. നമ്മളൊരു ഹോട്ടൽ തപ്പി കിടക്കണേ. ഇത്ര നേരം നിറയെ മുക്കിലും ഹോട്ടലായിരുന്നു. പക്ഷെ നമ്മൾ വിശക്കാൻ തുടങ്ങി. ഒരു ഹോട്ടൽ കണ്ടാൽ നിർത്താമെന്ന് പറഞ്ഞപ്പോൾ ഒരൊറ്റ ഹോട്ടൽ കാണാനില്ല. അപ്പം നമ്മൾ ഹോട്ടൽ തപ്പി കിടക്കുകയാണ്. കണ്ടോ? നമ്മൾ പുതുച്ചേരി എത്തി. പുതുച്ചേരി. വെൽക്കം ടു പോണ്ടിച്ചേരി. അങ്ങനെ നമ്മൾ പോണ്ടിച്ചേരി കടന്നിരിക്കുകയാണ്. നമ്മളൊരു തലപ്പാക്കെട്ടി കണ്ടപ്പോൾ അവിടെ നിർത്തിയിട്ട്. പക്ഷെ ഇവിടെ പാർക്കിംഗ് ആണ് പ്രശ്നം. ഇവിടെ ഒന്നും പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല. അപ്പോൾ നമ്മൾ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് കേട്ടോ. നമ്മളവിടെ വണ്ടി പാർക്ക് ചെയ്തു കേട്ടോ. അതാണ്ടോ ഇവിടെ പാർക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ ഈ ഗോഡൗണിൽ പാർക്ക് ചെയ്യേണ്ട സ്ഥലത്തൊക്കെ ഇവർ ഓരോന്ന് കെട്ടി വെച്ചിരിക്കുന്നു തോന്നുന്നു. എന്ത്
നമ്മളങ്ങനെ തലപ്പാക്കട്ടി ബിരിയാണി കഴിക്കും. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട് കേട്ടോ. നമ്മളങ്ങനെ നമ്മൾ 5 തലപ്പാക്കട്ടി ചിക്കൻ ബിരിയാണിയും ഒരു മട്ടൻ തലപ്പാക്കട്ടി മട്ടനുമാണ് കേട്ടോ ഓർഡർ ചെയ്ത്. മട്ടൻ വാങ്ങിയാണ് ആൽഫിൻ ജയപ്രകാശ്. ബാക്കി ഞങ്ങളെല്ലാവരും ചിക്കനാണ് വാങ്ങിയത്. ഇപ്പം നമ്മുടെ പ്ലേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇവരുടെ എന്താ പറയുക ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ടോ ബാക്കിൽ കാണുന്നത്. ഫുഡ് ഇങ്ങനെ വന്നിരിക്കുകയാണ്. നമ്മുടെ ബിരിയാണി വന്നു. ചിക്കൻ ഇത് കഴിക്കട്ടെ കേട്ടോ. ഗൈസ് നമ്മളങ്ങനെ ഫുഡ് കഴിച്ചു. പക്ഷെ എനിക്ക് ഇവിടുത്തെ തലപ്പാക്കട്ടിയേക്കാൾ ഇഷ്ടപ്പെട്ടത് എറണാകുളത്താണ് കേട്ടോ. ഇവിടുത്തെ എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടില്ല. നമുക്ക് സ്ഥലം കാണാൻ പോവാം. നമ്മൾ ഓറോവില്ല നോക്കിയിട്ട് പോവാണ് കേട്ടോ. അപ്പം ഇവിടെ വെണ്ടയ്ക്ക അക്ഷരത്തിൽ ബോർഡ് വെച്ചിട്ടുണ്ട് എന്താ നോ വേ എന്നുള്ളത്. ഇത് കൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഓറോവിലേക്ക് എത്തില്ലെന്ന് ഫ്ലെക്സ് വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കി പോയി അപ്പം നമ്മുടെ ബാക്കിൽ ഒരു I-20 ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അവർ കർണാടകക്കാരാണ്. അപ്പം അവരും ഇതുപോലെ തന്നെ നമ്മളെ പോലെ തന്നെ മാപ്പ് നോക്കി പിന്നാലെ വെച്ച് പിടിച്ചായിരുന്നു. അപ്പം ഞങ്ങൾ റോഡ് എൻഡ് ചെയ്തപ്പോൾ ഞങ്ങൾ അവിടെ നിർത്തി റിട്ടേൺ തിരിക്കുന്ന സമയത്ത് അവരും നമ്മളൊപ്പം തന്നെ എത്തിയിട്ടു. അപ്പം അവരും അതെ നമ്മുടെ പിന്നാലെ ഉണ്ടായിരുന്നു. അപ്പം അവരും ചോദിച്ച് ഇത് റോങ് വേ ആണോ, ഗൂഗിൾ മാപ്പ് ചതിച്ചല്ലോ. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ അത് തിരിച്ചു പോവുകയാണ്. അപ്പോൾ അവർ നമ്മുടെ പിന്നാലെ തന്നെ ഉണ്ട്. കാണിച്ചു തരാം. ഫ്ലെക്സ് ഇവർ വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ മാപ്പ് നോക്കി ഒരു ദിനങ്ങ് വന്നതാ. കാണിച്ചു തരാം. അടുത്ത ടീമും ഇതുപോലെ തന്നെ അവര് പക്ഷെ അവര് കണ്ടോ ഇതാണ്ടോ ഇതാണ്ടോ ദിസ് ഇസ് നോട്ട് ദ ഓറോവില്ലെ വിസിറ്റേഴ്സ് വേ എന്ന് ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മളെപ്പോലെ തന്നെ അവർക്കും കണ്ടോ ഒരു കൺഫ്യൂഷൻ വരും. ഇവർ കറക്റ്റായിട്ടുള്ളൊരു എന്താ വേറൊന്നും വെച്ചിട്ടില്ല കേട്ടോ. ഒരു ബോർഡും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല. പിന്നെ ടേൺ റൈറ്റ് എന്ന് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അപ്പം നമ്മളൊരു ഊഹം വെച്ച് ഇങ്ങനെ പോവുമായിരുന്നു. അപ്പം പിന്നെ വേറെ ആളോട് കൂടെ ചോദിച്ചപ്പോൾ സ്ട്രൈറ്റ് പോയാൽ മതി എന്ന് പറഞ്ഞു. നമുക്ക് എന്തായാലും പോയി നോക്കിയിട്ട് വരാം. നമ്മളങ്ങനെ ഇവിടെ എത്തി. ഓറോവില്ലെ പാർക്കിംഗ്. ഗൈസ് നമ്മൾ ഇവിടെ എത്തിയിട്ടോ. ഇവിടെ പാർക്കിങ്ങിന് 150 ആണ്. 150 ഒരു 4-വീലർ പാർക്ക് ചെയ്യാം. ഇവിടെ എത്തി. പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഇത്ര നേരം AC ഇരുന്നിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോ ചൂട് സഹിക്കാൻ വയ്യ കേട്ടോ. And 28th
ഫെബ്രുവരി ഇനാഗ്രേഷൻ ചെയ്ത കേട്ടോ ഓറംവില്ല. അവരെ ഓരോ ഡീറ്റെയിൽസും ഇത് ഈ ഒരു സംഭവം ഉണ്ടായതും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ഒരു ഇൻഫോർമേഷൻ ബിൽഡിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് അവിടെ ആൾക്കാരെങ്ങനെ വന്ന് പെട്ട് അങ്ങനത്തെ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം സ്ഥാപിച്ചതും അവരുടെ ഓർഗനൈസേഷൻ അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു മ്യൂസിയം ടൈപ്പ് ഇതാട്ടോ. ഓറോവില്ലെ ഒരു ഫ്ലവർ ആണേ, കണ്ടോ ഓറോവില്ലെ ഫ്ലവർ. ഇതാണ് ഓറോവില്ലെ. ഇവിടെ കുറച്ച് കാര്യങ്ങൾ ഇവൻ പറഞ്ഞു തരുന്നതായിരിക്കും. ആൽഫിൻ പറയും. അവന് നാണമാണ് കേട്ടോ പറയാൻ. Oroville wants to be a universal town where men and women of all countries are able to live in peace and progressive harmony above all creeds, all politics, and all nationalities. The purpose of Oroville is to realize human unity. The Matrimondy is the soul of Oroville. The Matrimondy wants to be the symbol of the divine's answer to man's aspiration for perfection, union with the divine, manifesting in a progressive human unity. Oroville draws its inspiration from the vision and work of the renowned Indian seer and spiritual visionary Sri Aurobindo. His spiritual collaborator, the Mother, founded the township in 1968. Oroville is intended to become a city for up to 50,000 inhabitants from around the world. At the very center of Oroville, one finds the soul of the city, the Matrimondy, situated in a large open area called Peace. Matrimondy represents the divine consciousness. It is like the force, the central force of Oroville, the cohesive force of Oroville. The Matrimondy is located close to a banyan tree, which is the actual geographical center of Oroville. The banyan is a beloved and dignified growing presence, which was already there long before Oroville. Close to the Matrimondy and the banyan is the amphitheatre in red sandstone. At its center rises the marble-clad urn in the shape of a lotus bud, containing a handful of soil from each of the 124 nations and 23 Indian.
ഇപ്പം നമ്മൾ നേരത്തെ കണ്ടതുണ്ടല്ലോ ഒരു ടി വിയിൽ ഡിസ്പ്ലേ ചെയ്യുന്ന അത് നമുക്ക് ഇവിടുത്തെ എങ്ങനെ ഈ ഓർഗനൈസേഷൻ അതായത് ഈ ഓറോവിൽ ഉണ്ടായത് അതിൻ്റെ സ്ഥാപകൻ അതിൻ്റെ കാര്യങ്ങളും ഒക്കെ ആട്ടോ ഡീറ്റെയിൽസാണ് ഈ പറയുന്നത്. അപ്പോൾ ഇതിൽ അവർ പറയുന്നുണ്ട് ഇവിടെ മതം, ജാതി, ഭാഷ, രാജ്യങ്ങൾ എന്നിങ്ങനെയെല്ലാം മറികടന്ന് മനുഷ്യരാശി ഒന്നായി കൂടി സമാധാനത്തിനും ഐക്യത്തിലും ജീവിക്കാം എന്ന ആശയവുമായി ബന്ധപ്പെട്ട ഒരു പരീക്ഷണ സമൂഹമാണ് ഓറോവിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ആകർഷണമാണ് ഈ മാതൃമന്ദിരമൊക്കെ. പിന്നെ ഇവിടെ തന്നെ 50-ൽ പരം രാജ്യങ്ങളിലെ ആൾക്കാർ വന്ന് താമസിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ കുറേ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇനി നമ്മളിവിടെ നിന്ന് പാസ് എടുക്കണം. മന്ത്രിമന്ദിർ അവർക്ക് വയസ്സായ ആൾക്കാർക്ക് വണ്ടിയിൽ പോവാട്ടോ. നമ്മൾ നടന്ന് പോകണം ഗൈസ്, അതാണ് ഇവിടുത്തെ പ്രത്യേകത. അപ്പം നമുക്കിനി നടന്ന് ഇങ്ങോട്ട് പോവാം. ആ വണ്ടിയിൽ വയസ്സായവരൊന്നും ഇല്ല. അപ്പം അവർ വണ്ടിയിൽ വരട്ടെ, നമുക്ക് മെല്ലെ ഇങ്ങനെ നടക്കാം. ഇവിടെ നല്ല പട്ടിയും പശു അങ്ങനത്തെ സാധനങ്ങളൊക്കെ അഴിച്ചു വിട്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല എമണ്ടം വലിയ പട്ടിയൊക്കെ ഉണ്ട്. പക്ഷെ അവർ നമ്മളൊന്നും ചെയ്യൊന്നുമില്ല. പക്ഷെ പേടിയുള്ള ആൾക്കാർ, എന്നെപ്പോലെ പേടിയുള്ള ആൾക്കാരാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഇത് ഇവിടെ ഭാരത് നിവാസ്. പിന്നെ ഇവിടുത്തെ ആൾക്കാരെ നമ്മളങ്ങനെ ഡിസ്റ്റർബ് ചെയ്യാനൊന്നും പാടില്ല കേട്ടോ. കാരണം നമ്മൾ അവരുടെ ഒരു കമ്മ്യൂണിറ്റിയിലാണല്ലോ വന്നിരിക്കുന്നത്. അപ്പം അവരെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ വേണം. കുഞ്ഞു കുഞ്ഞു സ്റ്റോളുകളൊക്കെ കാണാം കേട്ടോ നമുക്ക്. അങ്ങനെ ടീഷർട്ട്, അതുപോലെ തന്നെ ഈ മരത്തിൻ്റെ വുഡ് കൊണ്ടുള്ള ഐറ്റംസൊക്കെ. ക്യാൻറ്റീനിൻ്റെ ഒരു ഷോപ്പ്, ദീപം ക്യാൻറ്റീൻ. അമ്മയച്ഛന് ഇപ്പം എന്താവും എന്താ കേട്ടോ. ആ ഒരു മന്ദിറിൻ്റെ അവിടേക്ക് പോകാനുള്ള വഴി. തമ്പിളിയോ ളിയോ കൂടുതൽ ആൾക്കാരെ കാണാനില്ല കേട്ടോ. ഞങ്ങളിവിടെ തിരിച്ച് അമ്മയും അച്ഛനൊക്കെ ഇവിടെ എത്തി. അവർ കണ്ട് തിരിച്ച് പോവുകയാണ് കേട്ടോ. നമ്മളിപ്പോഴും നടന്ന് തീർന്നിട്ടില്ല. ഇതും ഒരു ലോഡ് നടക്കാണ്ട് കേട്ടോ. പിന്നെ വെയിലിന് കുറച്ചൊരു കുറവുള്ള പോലെ ഇതിൻ്റെ ഉള്ളിലുണ്ട്, അതുകൊണ്ടൊരു സുഖം. ഗൈസ്, ഇതാണ് ആ മന്ദിർ. അപ്പോൾ ഇതാണ് നമ്മൾ കാണാൻ വന്നിട്ടുള്ള മാതൃമന്ദിരം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വ്യൂ പോയിൻ്റാണ് ഇത്. ഇവിടെ നിന്നിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ ആ സ്ഥലം കണ്ട് തിരിച്ച് പോവാണ് കേട്ടോ. തിരിച്ചു പോകുമ്പോൾ വണ്ടി പോവാന്നാണ് പ്ലാൻ. അയ്യോ അയ്യ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് സ്ഥലം കണ്ടിറങ്ങി. അതവിടെ വേറെ ചെറിയ ചെറിയ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ കയറിയിട്ട് നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് ഇവിടെ പോലീസുകാരെ കണ്ടായിരുന്നു കേട്ടോ പോണ്ടിച്ചേരിയിൽ. അപ്പോൾ അവരെ ക്യാപ്പ് കണ്ടില്ലേ, റെഡ് ആണ്, ഒരു പ്രത്യേകത ഉണ്ട്.
ഗൈസ് നമ്മളിപ്പോൾ വേറെ സ്ഥലത്ത് വന്നിരിക്കുകയാണ് കേട്ടോ, പോണ്ടിച്ചേരിയിട്ട് ബീച്ച് സൈഡിൽ വന്നിരിക്കുകയാണ്. ഞാൻ കാണിച്ചു തരാൻ സ്ഥലം കണ്ടപ്പോൾ എനിക്ക് ഫോർട്ട് കൊച്ചി ഒരു വൈബ് ഫീൽ ചെയ്തു. കണ്ടോ, ഈ ഒരു റൂട്ടൊക്കെ കാണുമ്പോൾ എനിക്കുണ്ടല്ലോ ഫോർട്ട് കൊച്ചി വൈബാണ് ഫീൽ ചെയ്യുന്നത്. അതാ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ നോക്കിയേ, ഇവിടെ ഇങ്ങനൊരു ബീച്ച് സൈഡാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ, നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ വെയിൽ മങ്ങിയിട്ടില്ല, അവിടേക്കൊക്കെ നല്ല വെയിലുണ്ട്. നമുക്ക് ഇപ്പുറത്തെ സൈഡിലേക്ക് ഒന്ന് പോയി നോക്കാം. ഈ സ്ഥലം എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മളിതാ നല്ലൊരു ഭംഗിയുള്ള വൃത്തിയും ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ബീച്ച് സൈഡിലെത്തി കേട്ടോ. ഡാഡി എൻ്റെ വീഡിയോസ് എടുക്കുകയാണ് ഗൈസ്, അതിൻ്റെ ഫോട്ടോ എടുക്കുകയാണ്. മമ്മി അവിടെ നിൽക്കുന്നുണ്ട്. ഗൈസ് ഇതൊക്കെയാണ് എനിക്ക് വേണ്ടത് കേട്ടോ. ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇരിക്കണം കുറേ നേരം. ഇത് രസമുണ്ടെന്ന് അറിയോ ഇവിടെ ഒക്കെ വന്നിരിക്കാൻ. ഇത് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഇഷ്ടം. ഇതിനെന്താ പറയുക, ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ പിന്നെ ബീച്ച്, മൗണ്ടെയ്ൻസിനേക്കാളും കൂടുതൽ എനിക്കിഷ്ടം ബീച്ച്. പിന്നെ എന്താ പറയുക, നല്ല അടിപൊളി ലാൻഡ്സ്കേപ്പ് ഒക്കെ ഉള്ള സ്ഥലങ്ങളില്ലേ, എനിക്ക് അതൊക്കെയായിട്ട് കൂടുതൽ ഇഷ്ടം. എനിക്കാണ് മനസ്സിലാക്കി. നാട്ടിൽ കപ്പലൊക്കെ ഉണ്ടല്ലോ, കാണാൻ കാണാൻ. അയ്യോ നല്ല രസമുണ്ട് കാണാൻ. ഡാൻസ് നോക്കിയതില്ല. നല്ല തിരക്കുണ്ട് കേട്ടോ ബീച്ചിൽ, നല്ല രസമുണ്ട് കാണാൻ. ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആരോ ഫോട്ടോ എടുക്കുമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പോസ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. നല്ല രസമുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ് ഹിമാലയ സ്ഥലങ്ങളൊക്കെ. ഇവിടെയൊക്കെ ഞാൻ എത്ര നേരം വേണമെങ്കിലും ഇരിക്കും കേട്ടോ. സത്യം, എനിക്ക് എത്ര നേരം ഇരിക്കാനും ഈ ഒരു ഇങ്ങനെയൊരു എന്താ പറയുക സ്ഥലങ്ങളിൽ ഇരിക്കാൻ എനിക്ക് മടുപ്പ് വരില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനത്തെ സ്ഥലങ്ങൾ. നല്ല ലാൻഡ്സ്കേപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ ഒറ്റയ്ക്ക് ഇരിക്കാനും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ്. മമ്മി ഡാഡി ഇരിക്കുന്നുണ്ടോ? ഞാൻ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചിട്ട് ഒരുത്തൻ ഇവിടെ പോസ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. കുറച്ചൊക്കെ എടുത്തോണ്ട് ഇനി കഴിയ. അപ്പോൾ ഇനി എൻ്റെ ഫോട്ടോസ് കുറച്ച് എടുക്കട്ടെ. മമ്മി ഡാഡി പുറത്തിരിക്കുന്നുണ്ട്. സാർക്ക് പോസ് ഇടാൻ വേണ്ടി നിൽക്കുക തോന്നട്ടോ. അണ്ണേ സാർക്ക് ഇവിടേക്കാണ് ഗൈസ് കാണുന്നത്. ഞാൻ ഈ പിച്ചുമ്പയും വിളിച്ചറിയുമ്പോൾ എനിക്ക് സന്തോഷം കാണാറുണ്ടാവും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കുറേ വട്ടമായാലും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബോറടിക്കുന്നത് സഹിച്ചേ പറ്റും, കാരണം എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മളിതാ അടുത്ത ആ ഒരു ബിൽഡിങ്ങിൻ്റെ സൈഡിൽ കൂടെ പോവാണ് കേട്ടോ. ഭയങ്കര രസമുണ്ട്. എന്താ GST ഭവൻ.
ഗൈസ് ഇവിടത് കണ്ടോ ഈ ഒരു സ്റ്റാച്ചു. ഇവിടെയും ബീച്ച് സൈഡാണ് കേട്ടോ. നല്ല പെർഫെക്റ്റ് ടൈമിലാണ് നമ്മൾ ബീച്ചിൻ്റെ സൈഡിലോട്ട് വന്നത് കേട്ടോ. കാരണം ഈ ഒരു ക്ലൈമറ്റിൽ വന്നിരിക്കാൻ നല്ല സുഖമാണല്ലോ. വെയിലൊന്നും ഇല്ലാണ്ട് നല്ല തണുത്ത കാറ്റൊക്കെ അടിച്ച്. ഈ ഒരു ബീച്ചിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇനി നമുക്ക് ഇവിടെ ജസ്റ്റ് നടന്നു നോക്കാം. ഇവിടെയാണല്ലോ മറ്റേ സ്വപ്നം കൂടൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമൊക്കെ. നമുക്ക് അതൊക്കെ ഒന്ന് തപ്പി നോക്കാം. നേരെ ഉണ്ടാവുമെന്ന് അറിയില്ല, നമുക്ക് ജസ്റ്റ് പോയി നോക്കാം. എന്തായാലും ഈ ഒരു സെൻറ്ററിൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ കൊച്ചി കാണാൻ. ഇതാ ഇവിടെ എന്തൊക്കെയോ കച്ചവടക്കാരൊക്കെ ഉണ്ട്. എനിക്ക് വരുന്ന വഴിക്ക് നല്ല ഇഷ്ടമായിരുന്നു കുറച്ച് ബാഗുകൾ കിട്ടും. പക്ഷേ അതൊന്നും ഇവിടെ ഇല്ല. ഇവിടുത്തെ കുറച്ച് പാദസരങ്ങളുണ്ട്. അപ്പോൾ അത് ഞാൻ വേറൊരു മോഡൽ പാദസരം എടുത്തു കേട്ടോ. ഓൾറെഡി എൻ്റെ മറ്റേ ഡൗക്കി പോയപ്പോൾ പോയിട്ടുണ്ടായിരുന്നു വെള്ളത്തിൽ. ആ ഓക്കെ ഓക്കെ. ഇതാണ് കേട്ടോ ഞാൻ വാങ്ങിയത്. നല്ല നല്ല മദാമ്മമാരുണ്ട്. ഓ എന്ത് ഭംഗിയാ കാണാൻ. ഇവിടെ കണ്ട കുതിരപ്പുറത്തേക്ക് ആൾക്കാർ പോകുന്നു. കുതിരപ്പുറത്തല്ല, അയ്യോ സൈക്കിളിൽ. ഓ ഇവിടെയൊക്കെ ആൾക്കാരെ കാണണം. എൻ്റെ ദൈവമേ, ചെറിയ ഗേൾസിനൊക്കെ ഈ മദാമ്മമാരെയൊക്കെ കാണാൻ എന്ത് ഭംഗിയാ. നമ്മളെന്നെ നോക്കി പോവുക. അപ്പോൾ പിന്നെ ആമ്പിള്ളേരെ കാര്യം പറയാൻ കാര്യമുണ്ടോ? അത്രയും ഭംഗിയുണ്ട് കേട്ടോ ഓരോരുത്തരെ കാണാൻ. ഓ മദാമ്മമാർ മാത്രമല്ല ഗൈസ്, സായിപ്പന്മാരും ഉണ്ട്. കണ്ടോ എന്താ രസം. എന്ത് ചെയ്യാനാ. കൊള്ളാം. ഇനി നമുക്ക് ഇവിടെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ പോയി നോക്കാം. കണ്ടോ ഇവിടുത്തെ പോലീസുകാരൊക്കെ തൊപ്പിയുണ്ടോ? റെഡാണ് കേട്ടോ, റെഡ് കളറൊക്കെയാണ്. ഗൈസ് നല്ല ഫോട്ടോ എടുക്കാനുള്ള നല്ല പ്ലേസസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. എവിടെ ഫോട്ടോ എടുക്കാം? ഓ മൈ ഗോഡ്, ഇവിടെ ഫോട്ടോ എടുക്കാമല്ലോ. എനിക്ക് മിക്കവാറും എൻ്റെ ഫോണിൻ്റെ സ്റ്റോറേജ് തീരുമാനമാവും. നമ്മൾ ഇവിടെ ഇപ്പോൾ തിരക്കായി തുടങ്ങി കേട്ടോ, ഭയങ്കര റഷായി തുടങ്ങി. ഇവിടേക്ക് ഇപ്പോൾ നല്ല റഷായി തുടങ്ങി. ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഗൈസ് ഫോട്ടോ എടുക്കാം. പക്ഷേ നമ്മൾ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ അങ്ങനൊരു പ്രിപ്പയർ ആയിട്ട് വരണം. അങ്ങനെ ഹറിബറി ആയിട്ട് പോകാനൊന്നും പറ്റില്ല കേട്ടോ. കാരണം കുറേ നടക്കാനും അതുപോലെ തന്നെ ഫോട്ടോസ് എടുക്കാനൊക്കെ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരുപാട് സ്ഥലങ്ങൾ ഇങ്ങനെ ഫോട്ടോ എടുക്കാനൊക്കെ ഉണ്ട്. കണ്ടോ ബോഗൻ വില്ലേക്ക് കണ്ടോ.
ഇവിടുത്തെ ആ ഒരു വ്യൂ ഒക്കെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഈ സ്ഥലം ഭയങ്കര ഇഷ്ടമായി. പക്ഷെ അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റില്ലല്ലോ. നല്ല സ്ഥലങ്ങൾ കണ്ടിട്ട്, പക്ഷെ നമ്മൾ വന്നത് ലേറ്റ് ആയിപ്പോയി, ഭയങ്കര ലേറ്റ് ആയിപ്പോയി. അതുകൊണ്ടാണ് നമുക്കത് ഫുള്ളായിട്ട് കവർ ചെയ്യാൻ പറ്റാത്തത്. തുടക്കത്തിൽ നമ്മൾ ഇങ്ങോട്ട് വരേണ്ടതായിരുന്നു എനിക്ക് തോന്നുന്നു. മറ്റേ സ്ഥലത്ത് ഒന്നും കാണാനില്ല. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ചത് ഈ ഒരു വൈബ് സ്ഥലമായിരിക്കും. ഈ ഒരു വൈബ് സ്ഥലമൊന്നല്ല, ഇതുപോലത്തെ ബിൽഡിങ്സൊക്കെ ഉള്ളൊരു പ്ലേസ് ആയിരിക്കും എന്നാണ് വിചാരിച്ചു. പക്ഷേ അങ്ങനെയല്ലായിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ചു പോവാണ് കേട്ടോ. നമ്മൾ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി എത്താറായിട്ടോ ഗൈസ്. ഇതാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി കേട്ടോ. യൂണിവേഴ്സിറ്റി എത്തി നമ്മൾ ഇപ്പോൾ കണ്ണനെ വെയിറ്റ് ചെയ്യണം കേട്ടോ. കണ്ണൻ ഇവിടെ ഈ യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത്. ഈ കണ്ണനല്ല, ഇത് ഉണ്ണിക്കണ്ണൻ, കണ്ണൻകുട്ടി, കണ്ണൻകുട്ടി. പക്ഷെ ഞങ്ങളിപ്പോൾ വെയിറ്റ് ചെയ്യുന്നത് കണ്ണനെയാണ്, വലിയ കണ്ണന്. വലിയ കണ്ണൻ പഠിക്കുന്നത് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലാണ്. അപ്പോൾ ഇപ്പോൾ വരുന്നു പറഞ്ഞിട്ടുണ്ട്. കണ്ണൻ വന്നെന്ന് തോന്നൂട്ടോ. തുറക്കത് ഞങ്ങൾ ഇറങ്ങട്ടെ കേട്ടോ. ഇറങ്ങ്. അപ്പൊ അമ്മ വല്ല ഇറങ്ങട്ടെ കേട്ടോ. ഇവിടെ ഇരിക്കട്ടെ. ആ കേറുമ്പോ കണ്ണവിടെ കൂടി. കാലാപ്പാനി അല്ലെങ്കിൽ കളിപ്പാട്ടത്തിലെ സുരേഷ് ഗോപി എടുക്കണ്ടല്ലോ. കറക്റ്റ് ശരിയാട്ടോ, കറക്റ്റ് ദിലീപ്. ദിലീപ് എന്ന് പറയാൻ പറ്റില്ല, ആ പാട്ടൊക്കെ ഇപ്പോഴത്തെ സിറ്റുവേഷനിലെ സ്യൂട്ടാ. കണ്ടതേ അവൻ ആദ്യം. പോകുന്ന വഴിക്ക് നമ്മൾ ഓരോ ചായയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചിട്ടോ. കാരണം കുറച്ചധികം പോവാണ്ടല്ലോ. അപ്പോൾ നമ്മളൊരു ഷോപ്പിൻ്റെ മുന്നിൽ നിർത്തി. നല്ല കിടിലൻ ചായ ആയിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇവിടെ എന്തോ പൂരോ എന്തോ സംഭവമാണ്. ഞാൻ ഇപ്പോൾ സൈഡിലായിട്ട് ഇരിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് കറക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റില്ല. ഇതുണ്ട് ആ പൂരം. എവിടെ ഫ്ലെക്സ്? ഫ്ലെക്സ് ഇല്ലാണ്ടൊരു കളിയില്ല. പൂരത്തിനായാലും കല്യാണത്തിനായാലും ലൈറ്റില്ലാണ്ട് അവർക്കൊരു കളിയില്ല. ഇത് അടുത്ത ടീം കേട്ടോ. തൊട്ടപ്പുറത്ത് തന്നെ വേറെ ടീമുകാരുടെ ലൈറ്റ്. നമ്മള് പോകുമ്പോ ഇവിടെ എത്താറാകുമ്പോ നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. നോക്കി വെള്ളമൊക്കെ കണ്ടോ? ശരി കണ്ടോ, നല്ല വെള്ളം കണ്ടോ? ഒരു മഴച്ചാറക്കുള്ളിൽ ഇങ്ങനെയൊക്കെ വെള്ളം വരുമോ? നല്ല മഴ പെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഇത്ര പെട്ടെന്ന് നമുക്ക് തല പൊട്ടുന്ന വെയിലായിരുന്നു. ഇപ്പോ മഴ അമ്പോ. അങ്ങനെ നമ്മൾ റൂം എത്തി കേട്ടോ. ഇറങ്ങുന്ന സമയത്ത് നല്ല മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ കയ്യോടെ ഫ്രഷായി നല്ല സുഖത്തിൽ കിടന്നുറങ്ങി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര. ബൈ, സീ യു.